Welcome back to my channel, English Grammar Teaching and Learning. In the last class, we learned the introductory part of our story, A Very Old Man with Enormous Wings, written by Gabriel Garcia Marquez. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗേബ്രിയൽ ഗ്രേസിയ മാർക്കസിൻ്റെ ഷോർട്ട് സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് കണ്ടു കഴിഞ്ഞു. ഇനി ലെറ്റ് us സ്റ്റാർട്ട് അവർ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എനോർമസ് മീൻസ് വെരി ബിഗ്. എ വെരി ഓൾഡ് മാൻ, ആൻ ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യൻ. എ വെരി ഓൾഡ് മാൻ, അപ്പോൾ മാൻ അതിനെ വിശേഷിപ്പിക്കുന്നു ഓൾഡ് എന്നുള്ളത്. ദാറ്റ് ഈസ് കാൾഡ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ നൗൺ. ദെൻ എ വെരി ഓൾഡ് മാൻ, ഓൾഡിനെ വീണ്ടും വിശേഷിപ്പിക്കുന്നു വെരി കൊണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് കാൾഡ് ആഡ്വർബ്. ആഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് another adverb or verb or an adjective. അപ്പോൾ ഒരു ക്രിയയെയോ അല്ലെങ്കിൽ ഒരു ക്രിയാവിശേഷണത്തെയോ അല്ലെങ്കിൽ നാമവിശേഷണത്തെയോ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് ആഡ്വർബ് എന്ന് പറയുക. ഇവിടെ അഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വർബ് ഉണ്ട്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ലെറ്റ് us സ്റ്റാർട്ട്. നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് ഒരു ബ്രീഫ് അക്കൗണ്ട് ഇവിടെയുണ്ട്. ഗാബ്രിയൽ ഗാർസിയ മാർക്കസ് വാസ് ബോൺ ഇൻ 1927 ആൻഡ് ഡൈഡ് ഇൻ 2014. 1927 ജനിച്ച് 2014 മരിച്ചു. ഹി വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. അദ്ദേഹം ഒരു കൊളംബിയക്കാരനായ നോവലിസ്റ്റ് ആയിരുന്നു. ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി 20th century. 20ാം നൂറ്റാണ്ടിലെ പ്രശസ്തരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ്, അവിടെ വൺ ഓഫ് ദി അതൊരു ഇംഗ്ലീഷിലെ ഗ്രാമാറ്റിക്കൽ ടേമാണ്. വൺ ഓഫ് ദി ശേഷം ആഫ്റ്റർ വൺ ഓഫ് ദി വി ഹാവ് ടു യൂസ് പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. അതുപോലെ തന്നെ ദി ഗ്രേറ്റസ്റ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിച്ചിരിക്കുന്നു. ഇത് രണ്ടും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വൺ ഓഫ് ദിക്ക് ശേഷം പ്ലൂറൽ നൗൺ ഉപയോഗിക്കുക, സിംഗിൾ വെർബ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുക. ഹി വാസ് അവാർഡഡ് ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെടുന്ന കൃതികൾ: ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ദീസ് ആർ ദി 3 important വർക്ക്സ് ഓഫ് ഗേബ്രിയൽ ഗ്രേസിയ മാർക്കസ്. He is one of the best known Latin American writers of our time. Again, he is one of the best known Latin American writers, not writer, writers. അപ്പോൾ വൺ ഓഫ് ദി ശേഷം വീണ്ടും നൗൺ പ്ലൂറൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബെസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ദി അപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലഘട്ടത്തിലെ ഇപ്പോൾ ഏറ്റവും നല്ല അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാൾ ആണ് യഥാർത്ഥത്തിൽ ഗാബ്രിയൽ ഗ്രേസിയ മാർക്കസ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അത്രയുമാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ കം ടു അവർ സ്റ്റോറി. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഈവൻ അറ്റ് നൂൺ, നല്ല അല്ലെങ്കിൽ ഉച്ച സമയത്തെ പ്രകാശം മങ്ങിക്കാണപ്പെട്ടു. ഡാർക്ക്നെസ് ഈസ് ദെയർ.
വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ്. പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പെലായോ എലിസൻഡ. These are the two important characters in this story. They are coupled. അപ്പോൾ ദമ്പതികളായിട്ടുള്ള പെലായോയും അതുപോലെ തന്നെ എലിസൻ്റെയും. അപ്പോൾ പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ. വളരെ പ്രയാസം തോന്നി. ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോനിങ് ഇൻ ദി റിയർ ഓഫ് ദി കൺട്രി യാർഡ്സ്. പുറകുവശത്തെ മുറ്റത്ത് കൂടി എന്തോ ഇടയുന്നതായിട്ട്, എന്തോ ഞരങ്ങുന്നതായിട്ട്. വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോനിങ് ഇൻ ദി റിയർ ഓഫ് ദി കൺട്രി യാർഡ്. റിയർ മീൻസ് ബാക്ക് ഓഫ് ദി കൺട്രി യാർഡ്. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വയ്യ എന്താണ്. എന്തോ ഞരങ്ങുന്നുണ്ട്, എന്തോ ഇഴയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ്. അത് കാണുന്നതിന് വേണ്ടി വളരെ അടുത്ത് പോകണമായിരുന്നു. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. ഹി അണ്ടർസ്റ്റുഡ് ഫൈനലി ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അതൊരു പ്രായമുള്ള മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ. വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനായിരുന്നു. ദി മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ. അദ്ദേഹം മുഖം അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്നു. ഇൻ ദി മഡ്. ചെളിയിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു വളരെ പ്രായം ചെന്ന മനുഷ്യൻ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ്. അയാൾ അധ്വാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നുണ്ട്, അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. എങ്ങനെയുള്ള വെരി ബിഗ് ഇഫേർട്ട്, വളരെ വലിയ ഒരു പ്രയത്നം നടത്തുന്നുണ്ട്. എന്തിനാ? ദി മാൻ കുഡിന്റ് ഗെറ്റ് അപ്പ് ടു ഗെറ്റ് ഔട്ട് ഓർ ഹി വാസ് സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ് മഡ്. ആ ചെളിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട്. കുഡ് നോട്ട് ഗെറ്റ്സ് അപ്പ്. ഇംപെഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഹിസ് എനോർമസ് വിങ്സ്. ആ വലിയ ചിറകുകളായിരുന്നു. തന്നെയുമല്ല, നമ്മൾ ചെളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ ഒരു കാല് പൊക്കുമ്പോൾ ബോഡിയുടെ വെയിറ്റ് കൊണ്ട് താഴേക്ക് പോകും. ഈ കാലാണ് പൊക്കുന്നെങ്കിൽ ഇവിടേക്ക് വീണ്ടും. അപ്പോൾ ഉയരാൻ ശ്രമിക്കും തോറും ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. ഇംപെഡഡ് മീൻസ് തടസ്സപ്പെടുത്തുക. ചെക്ട്. കുഡിൻ്റ് ഗെറ്റപ്പ്. കുഡിൻസ്. കുഡ്. ഇനി എനോർമസ് എന്ന് പറഞ്ഞാൽ വെരി ബിഗ്, വളരെ വലിയ ശ്രമം. അല്ലെങ്കിൽ ട്രമൻഡസ് എന്ന് പറയുന്ന പോലെ ഇനോർമസ് വിങ്സ് എന്ന് പറഞ്ഞാൽ വെരി ബിഗ് വിങ്സ്, വളരെ വലിയ ചിറക്. കുഡിന് നമുക്ക് ക്യാൻ കുഡ്. കുഡെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക. അപ്പോൾ ഇതിനെ ഈസ്, ആം, ആർ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസ് ഏബിൾ ടു എന്നോ ആം ഏബിൾ ടു എന്നോ ആർ ഏബിൾ ടു ക്യാൻ പകരം ഉപയോഗിക്കാം. ഐ ആം ഏബിൾ ടു ഡു ദാറ്റ് വർക്ക്. എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയും. ഹി ഈസ് ഏബിൾ ടു ഡു ദാറ്റ് വർക്ക്. ദേ ആർ ഏബിൾ ടു ഡു ദാറ്റ് വർക്ക്. കുഡ് വന്നാൽ വാസ് ഏബിൾ ടു ഓർ വേർ ഏബിൾ ടു. ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ് വർക്ക്. എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിഞ്ഞു. ദേ വേർ ഏബിൾ ടു ഡു ദാറ്റ് വർക്ക്. അവർക്ക് ആ ജോലി ചെയ്യാൻ കഴിഞ്ഞു. ഇനി കനോട്ട്, കുഡ് നോട്ട്. ഇവിടെ കനോട്ട് എന്ന് പറയുമ്പോൾ ഈസ് നോട്ട് ഏബിൾ ടു, ഈസ് നോട്ട് ഏബിൾ ടു ഓർ ആം നോട്ട് ഏബിൾ ടു ഓർ ആർ നോട്ട് ഏബിൾ ടു. കുഡ് നോട്ട് എന്ന് പറയുമ്പോൾ വാസ് നോട്ട് ഏബിൾ ടു ഓർ വേർ നോട്ട് ഏബിൾ ടു. കുഡ് നോട്ട് ഗെറ്റ് മീൻസ് വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് അപ്പ്. കഴിഞ്ഞില്ല, വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ് ഇതൊരു വെർബൽ ഫ്രേസ് ആണ്, ഓർ ഫ്രേസൽ വെർബാണ്. എന്ത്? ഗെറ്റ് അപ്പ്. ഫ്രേസൽ വെർബ് മീൻസ് we can make phrasal verb by adding preposition to
ദി വെർബ്. വെർബിനോട് പ്രിപ്പോസിഷൻ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രേസൽ വെർബ്സ് ഉണ്ടാക്കാം. നൗണിനോടാണെങ്കിൽ നൗൺ ഫ്രേസ് ഉണ്ടാക്കാം. അപ്പോൾ വെർബൽ ഫ്രേസ് ഫോം ചെയ്യാൻ വെർബിനോട് കൂടി പ്രിപ്പോസിഷൻ ചേർക്കാം. ഗെറ്റപ്പ്, സെറ്റപ്പ്, ലുക്കപ്പ്, ഇങ്ങനെ ഗിവപ്പ്, ഇങ്ങനെ വരുന്ന ചില ഫ്രേസുകൾ യു പി ഉപയോഗിച്ചിട്ട് അപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ബ്രിങ് അപ്പ്, സ്പീക്ക് അപ്പ്, ഗിവ് അപ്പ്, കോൾ അപ്പ്, ടേൺ അപ്പ്, ലുക്കപ്പ്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഗെറ്റപ്പ്, സെറ്റപ്പ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളർത്തിക്കൊണ്ടുവരിക. ബ്രിങ് അപ്പ്. ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. ഗ്രോസ് അപ്പ്. ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. ബ്രിങ് അപ്പ് മീൻസ് ലുക്ക് ആഫ്റ്റർ, വേറൊരു വേർഡ്. ദെൻ സ്പീക്ക് അപ്പ്. ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. അതാണ് സ്പീക്ക് അപ്പ്. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫർട്ട്, അതാണ് ഏതെങ്കിലും ഒരു പ്രയത്നം നിർത്തിവെക്കുക. ഗിവ് അപ്പ്. ഇനി ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ഫോമിലേക്ക് വരാം. ഗിവ് അപ്പ് ഗേവ് അപ്പ് ആവാം. സ്പീക്കപ്പ് സ്പോക്കപ്പ് ആവാം. ബ്രിങ് അപ്പ് ബ്രോട്ടപ്പ് ആവാം. കാളപ്പ്. കാളപ്പ് എന്ന് പറഞ്ഞാൽ ടു സമൺ സംവൺ ഓർ കോണ്ടാക്ട് സംവൺ ഓവർ ദി ഫോൺ. ഒരാൾക്ക് ഒരു വിവരം നൽകുക, അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു ഫോണിൽ. ടേൺ അപ്പ്. ടു അറൈവ് ഓർ അപ്പിയർ, എത്തിച്ചേരുക, അതാണ് ടേൺ അപ്പ്, എത്തിച്ചേരുക. ലുക്കപ്പ്. ലുക്കപ്പ് മീൻസ് ടു ഫൈൻഡ് ഓർ സെർച്ച്, കണ്ടുപിടിക്കുക. പിന്നെ ഗെറ്റപ്പ്, ടു റൈസ്. സെറ്റപ്പ്, ടു അറേഞ്ച്. അപ്പോൾ ഇതേ രീതിയിൽ ഇവിടെ ഫ്രേസൽ വെർബ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും പ്രിപ്പോസിഷൻ ആഡ് ചെയ്തിട്ട്. ഒരു മെത്തേഡ് അഡ്ജക്റ്റീവ് ആയിട്ടും നമുക്ക് ഉപയോഗിച്ചും ചെയ്യാം. ഇവിടെ ഗെറ്റപ്പ് ഈ യു പി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന പോസിബിൾ ആയിട്ടുള്ള ചില ഫ്രേസൽ വെർബുകളാണ്. അതിൻ്റെ അർത്ഥമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇവിടെ ഗെറ്റപ്പ് ഉള്ളെങ്കിലും ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. ഗെറ്റപ്പ്, സെറ്റപ്പ്, കാളപ്പ്, സ്പീക്കപ്പ്, ലുക്കപ്പ്, ഗിവപ്പ് ആൻഡ് സോ ഓൺ. അപ്പോൾ അതിൻ്റെ കാരണം, അപ്പോൾ അവിടെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈ ഡസ് ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻസ് പെലായോ? എന്തുകൊണ്ടാണ് പെലായോ ഭയപ്പെടുന്നത്? ഇയാളുടെ ഈ രൂപം കണ്ടിട്ട് ഭയപ്പെടാൻ കാരണം എന്താണ്? നമുക്കറിയാമല്ലോ. അപ്പോൾ ആൻസർ വൈ ഡസ് എന്നായതുകൊണ്ട് നമുക്ക് ബിക്കോസ് ആൻസർ ഇങ്ങനെ ആരംഭിക്കാം. ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻസ് പെലായോ ബിക്കോസ് ഇൻ ദി ഡാർക്ക്നെസ്, ആ ഇരുട്ടത്തെ, പെലായോ could not understand or was not able to understand what was groaning and moving in the rear of the backyard. ആ പുറകുവശത്തെ മുറ്റത്തുകൂടി എന്താണ് ഇഴയുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഞരങ്ങുന്നത്, മൂളുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇരുട്ടത്ത് ആർക്ക് സാധിച്ചില്ല? പെലായോയ്ക്ക് സാധിച്ചില്ല. ഒന്ന്. പിന്നെ ആഫ്റ്റർ എ ക്ലോസ് ലുക്ക്, നല്ല അല്ലെങ്കിൽ അടുത്തു പോയി നോക്കിയതിന് ശേഷം ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്, അദ്ദേഹത്തിന് മനസ്സിലായി, ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. ഇറ്റ് വാസ് എ വെരി ഓൾഡ് മാൻ, അത് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനാണെന്ന്. പിന്നെയോ ആൻഡ് ആൾസോ ലൈങ് ഇൻ ദി മഡ് ഫേസ് ഡൗൺ, അയാൾ കിടക്കുന്നത് ചെളിയിലാണ്. എങ്ങനെ കിടക്കുന്നു? കമഴ്ന്ന് കിടക്കുന്നു. ആൻഡ് സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ് മഡ്, ബട്ട് ഹിസ് എനോർമസ് വിങ്സ് ഇംപെഡഡ് ഹിം ഫ്രം ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ഒന്ന് ചെളിയിൽ പുതഞ്ഞിരിക്കുകയാണ്, പിന്നെ ആ വലിയ ചിറകുകൾ ചെളിയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ശ്രമിക്കും തോറും പരാജയപ്പെടുകയാണ്. ഈ വലിയ ചിറകുകളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൂടുതലായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിയത്. ഇംപെഡഡ് മീൻസ് ചെക്ട്, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി. ദാറ്റ് ഈസ് ദി ആൻസർ ഓഫ് ABC ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈ ഡസ് ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻസ് പെലായോ എന്ന് ചോദിച്ചാൽ എന്ന് പറയും, ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻസ് പെലായോ ബിക്കോസ് ഇൻ ദി ഡാർക്ക്നെസ് പെലായോ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓർ വാസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഗ്രോനിങ് ഓർ
moving in the rear of the backyard. But after a close look, he understood that it was an old man. It was a very old man, lying face down in the mud and struggling to get out from that mud. But his enormous wings or large wings impeded him from that. That is the answer. The next പാരഗ്രാഫ് കൂടെ നമുക്ക് നോക്കാം. ഫ്രൈറ്റൻഡ് ബൈ ദി സൈറ്റ്, ഇങ്ങനെ ഭയപ്പെട്ടു ഈ സൈറ്റ്, ഈ കാഴ്ച, അയാളുടെ ഈ കാഴ്ച. പെലയോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. ഭർത്താവിന് ഇങ്ങനെ പേടി തോന്നിയപ്പോൾ അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് ഓടി. ഹിസ് വൈഫ്, എലിസൻഡ പെലയുടെ ഭാര്യ. പെലയോ റാൻ ടു ഗെറ്റ് എലിസൻഡ, എലിസൻഡയെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദയർ സിക്ക് ചൈൽഡ്. കുട്ടിക്ക് ചെറിയ ഫീവർ അല്ലെങ്കിൽ അസുഖം, അതിനെ ടവലിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദയർ സിക്ക് ചൈൽഡ്. ഹി ലുക്ക് ഹെർ ടു ദി റിയർ ഓഫ് ദി കൺട്രി യാർഡ്. ഹി ടുക്ക് ഹെർ ടു ദി റിയർ ഓഫ് ദി കൺട്രി യാർഡ്. അങ്ങനെ പെലയോ തൻ്റെ ഭാര്യയെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു? പുറവശത്തെ മുറ്റത്തേക്ക്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദി ഫാളൻ ബോഡി. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി. ഓക്കെ, ടുഡേ ഐ വുഡ് ലൈക്ക് ടു finish this much. I hope that you understood these 2 paragraphs, 3 paragraphs and 1 question and its answer. Thank you so much. Please share, support and subscribe. Thank you so much.